ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ജാക്കറ്റ് കുർത്തി എങ്ങനെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇന്നും സാരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. സാരി നമുക്ക് 4 മടക്കി കൊടുത്തിട്ട് നോർമലി നമ്മൾ സൈഡ് സ്ലിറ്റിൽ ചുരിദാർ കട്ട് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഫ്രണ്ട് സൈഡിലാണ് ഞാനിവിടെ ഇങ്ങനെ ഷോർട്ടായിട്ടുള്ളൊരു ജാക്കറ്റ് വെച്ച് കൊടുക്കുന്നത്, ഫ്രണ്ട് മാത്രം. അപ്പോൾ അതിന് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് 2 മടക്കി കൊടുത്തിട്ട് നമുക്ക് ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ ഞാൻ 9.5 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കരുതി 9.5 ഇഞ്ചാകുമ്പോൾ കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പം കുറച്ച് ലെങ്ത്ത് കൂടി നല്ല ഭംഗിയുണ്ടാവും കാണാൻ ജാക്കറ്റിന്. അങ്ങനെ ചെയ്തിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെക്കിൽ 2 സൈഡ് ബാക്കിലും ഫ്രണ്ടിലും ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് നമുക്ക് ബാക്ക് സൈഡ് ക്യാൻവാസ് നെക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കുന്ന ആ ക്ലോത്തിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു കട്ടിങ് കൊടുക്കുക. മെയിൻ ക്ലോത്തിന് ഒരു കട്ടിങ് കൊടുത്തിട്ട് സെൻട്രലായിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജാക്കറ്റിൻ്റെ ക്ലോത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും റൗണ്ടിൽ ഒരു യു ഷേപ്പിലാണ് വരുന്നത്. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ക്യാൻവാസ് വെക്കുന്നില്ല. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു കട്ടിങ് കൂടി കൊടുത്ത് അതിനെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ജാക്കറ്റിൻ്റെ നെക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനെ നടുവിൽ മടക്കി കൊടുത്തിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ബട്ടൺസ് വെക്കാനുള്ളതാണ് ഫ്രണ്ടിൽ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ നമുക്ക് ബട്ടൺ വെക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, പൈപ്പിംഗ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് വെച്ച് കൊടുക്കാം. അതിനായിട്ട് പൈപ്പിങ്ങിനായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ഈസി ആയിട്ട് പൈപ്പിംഗ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉൾവശത്ത് ഒരു നീളത്തിലുള്ള നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ നൂലൊന്ന് വലിച്ചു കൊടുത്താൽ നല്ല പൈപ്പിംഗ് ത്രെഡ് കിട്ടും. അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ലൂപ്പായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ല പൈപ്പിംഗ് ത്രെഡ് കിട്ടും. ആ നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. 3 ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 3 എണ്ണം വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് വേറൊരു ക്ലോത്ത് വെച്ചിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അതിൻ്റെ അരികു വശത്ത് നല്ല നീറ്റായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നത്. ഒരു 1/4 ഇഞ്ച് വിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺസ് വെക്കാനുള്ള അവിടെയും ഇത് താഴെ വശത്താണിത് ഇപ്പം സ്റ്റിച്ച് ചെയ്തത്. താഴെ വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബട്ടൺസ് വെക്കാനുള്ള ആ ഭാഗം അതേപോലെ തന്നെ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ പടി വയ്ക്കുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്ത് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം, അതായത് ജാക്കറ്റിൻ്റെ താഴെ വശത്ത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ജാക്കറ്റിൻ്റെ അവിടെ ഷോൾഡറും പിന്നെ കൈക്കുഴീൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് അത് ഫ്രണ്ട് ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ജാക്കറ്റ് പോർഷൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ, അത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെയും കൈക്കുഴീൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവ് ഞാനിവിടെ പഫ് സ്ലീവ് ചെറിയൊരു ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട്. മുകളിൽ മാത്രം ഇട്ട് കൊടുക്കുന്നു, താഴെ ഇട്ട് കൊടുത്തിട്ടില്ല. ചെറുതായിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സ്ലീവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ അളവനുസരിച്ചിട്ട് നമുക്ക് സൈഡെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്ലിറ്റാണ്. സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ലിറ്റിൻ്റെ ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്ലിറ്റിൻ്റെ ആ ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് വീഡിയോയിലോ മറ്റും ഇത് സ്ലിറ്റ് ചുരിദാർ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് ജാക്കറ്റ്. ഇനി അവിടെ ബട്ടൺ കൂടി വെച്ച പിന്നെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.